മുതൽ ഇനി വരുന്നൊരു കാലം കേരളത്തിലെ റവന്യൂ രംഗത്ത് നമ്മുടെ സർവേ, ഡിജിറ്റൽ റീസർവേ കഴിയപ്പെട്ട വില്ലേജുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡ് ഈ മാസം മുതൽ നവംബർ മാസം മുതൽ കേരളത്തിൽ അവതരിപ്പിക്കാൻ ഗവൺമെന്റും റവന്യൂ വകുപ്പും നിശ്ചയിച്ചിരിക്കുക. അതായത് വില്ലേജ് ഓഫീസുകളിൽ നിന്ന് സ്ഥിരമായി ലഭ്യമാകേണ്ട നമ്മുടെ ഭൂമിയുടെ വിശദാംശങ്ങൾ, കെട്ടിടത്തിന്റെ വിശദാംശങ്ങൾ, ഏതെങ്കിലും വിധത്തിലുള്ള ക്രയവിക്രയത്തിൽ തെറ്റിപ്പോകാൻ ഭൂമിയുടെ സ്ഥിതി എന്താണ്, അത് നിലമാണോ പുരയിടമാണോ ഏത് ഇനത്തിൽപ്പെടുന്നതാണ്, ഇങ്ങനെ ആ ഭൂമിയിലെ കെട്ടിടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ QR കോഡ് ഘടിപ്പിച്ച് 10 ഡിജിറ്റൽ നമ്പറുള്ള ഒരു കാർഡ്, ATM കാർഡ് പോലെ ഡിജിറ്റൽ കാർഡായി, റവന്യൂ കാർഡായി കൈമാറി 2025 നവംബർ മാസം മുതൽ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കൂടി കടക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ എല്ലാ വില്ലേജുകളും സ്മാർട്ടാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. എല്ലാ വില്ലേജുകളും സ്മാർട്ടാക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ പൂമുഖ പടിവാതിൽ യഥാർത്ഥത്തിൽ വില്ലേജ് ഓഫീസാണ്. ആ വില്ലേജ് ഓഫീസിനെ ജനാധിപത്യവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ മാസത്തിലെയും 3ാമത്തെ വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് കേവലം ജനപ്രതിനിധികൾ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് കൂടി പങ്കെടുക്കാൻ അവസരം നൽകുന്ന വില്ലേജ് തല ജനകീയ സമിതികൾ രൂപീകരിച്ചിട്ടുള്ളത്. വില്ലേജിന്റെ പ്രവർത്തനങ്ങളെ ശാക്തീകരിക്കും. അതോടൊപ്പം വില്ലേജിൽ എല്ലായിടത്തും ആവശ്യമായിട്ടുള്ള സ്മാർട്ട് ഉപകരണങ്ങൾ നൽകാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരും. ഇനിയും ഏതെങ്കിലും ഉപകരണങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ മേടിക്കേണ്ടതുണ്ടെങ്കിൽ